ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഇത് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മുടെ ഡോവർ അല്ല, ഇത് കാൻറ്റർബറി അല്ല, ഇതിൻ്റെ ഒരു നടുക്കായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ട്രിപ്പിൻ്റെ. ഇന്ന് നമ്മൾ പണ്ടിങ്ങിന് പോവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇത് ഞാൻ ചിലപ്പം എന്താ പറയുക, ലോങ് വീഡിയോ ആണെങ്കിൽ ഞാൻ 2 പാർട്ടായിട്ടേ ഇടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പണ്ടിങ്ങിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 10:15 അടുത്തിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി, പിന്നെ റൂമൊക്കെ ഒന്ന് റീചെക്ക് ചെയ്ത് ഒക്കെ ഇരിക്കുവാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഞങ്ങളിട്ടിട്ടോ ചാമിക്ക പോയേ ഒരു വഴിയില്ല. ആൽബിൻ, വേദന എങ്ങനെയുണ്ട്? വേദന നല്ല കുറവുണ്ട്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും. നിനക്ക് സുഖമാണോ? എനിക്ക് പരമസുഖം. പരമസുഖം. കാണിച്ച് ടിഷ്യൂ ഒക്കെ വെച്ച് പൊതിഞ്ഞോണ്ടാ ഗൈസ് നടക്കുന്നത്. നമ്മൾ കാൻറ്റർബറി എത്തി. നമ്മൾ കാൻറ്റർബറി എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പണ്ടിങ്ങിലേക്ക് പോവാണ്. പാർക്കിംഗ് കിട്ടാൻ നമുക്ക് വളരെയധികം വിഷമിച്ചു. പക്ഷേ നമ്മൾ നോക്കി ഇരുന്ന് ഫൈനലി നമുക്കിവിടെ അടുത്തൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ 5 മിനിറ്റ് അങ്ങോട്ടേക്ക് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. വിൻസൺ അവിടെ നിൽക്കുവാണ്. നമ്മൾ ഇന്ന് നടന്ന് പോവുകയാണ് ഇങ്ങോട്ടേക്ക്. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. എന്താ ഇതിൻ്റെ എക്സൈറ്റഡ് ആണോ? അതെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യം ഞങ്ങൾ കുറച്ച് വിഷമിച്ചു പാർക്കിംഗ് കിട്ടാൻ. കാര്യം നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് 1.98ഉം ഇവിടെ ഉള്ള പാർക്കിംഗ് 1.95 ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം. പിന്നെ വേറൊന്ന് കണ്ടുപിടിച്ച് ഞങ്ങളിപ്പോൾ പാർക്ക് ചെയ്തു. ആക്ച്വലി ഞങ്ങൾക്ക് 11:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ വിൻസൺ അവിടെ പോയിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 5 മിനിറ്റ് നടക്കാനുണ്ട്. ഞങ്ങൾ നടക്കുവാണ്. എന്താ പറയാ, വാർത്ത വായിച്ചു കഴിഞ്ഞാ? ഇന്നത്തെ വാർത്ത അതെ, ഒന്നും പറയാല്ലേ? പറയാനുള്ള നിങ്ങൾ പറഞ്ഞില്ലേ? എന്താ ഒരു വരി പോലും വിടാതെ പറയാം. ഇന്നലെ രാത്രി ഒരു കോമഡി ഉണ്ടായി, പക്ഷെ എനിക്കത് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. ശരിക്കും നമ്മൾ വെട്ടത്തിന്റെ ക്ലൈമാക്സിൽ എന്താണോ സംഭവിച്ചത് അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ലാസ്റ്റ് ഞാൻ ഇന്നലെ പോയില്ല. ഇന്നലെ ഇവര് ബീച്ചിലൊക്കെ രാത്രി നടക്കാൻ പോയിണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. ഇനി നമുക്ക് അവിടെ എനിക്കിപ്പോ വഴി തെറ്റിയേനെ കഴിച്ച്. ഞാനിപ്പോ വേറെ ഏതെങ്കിലും വഴി കൂടെ പോയേനെ. പക്ഷെ നല്ല സ്ഥലം അല്ലേ, ഒരു പ്രത്യേക ഒരു ആർക്കിടെക്ചർ. ദിവ്യ സ്റ്റൈലായിട്ടുണ്ട്. ദിവ്യ ഇന്ന് PR സെറ്റാക്കാനുള്ള പോക്ക. പരിഷ്കാരി ദിവ്യ. അതെ ഗൈസ്, നമ്മൾ പണ്ടിങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതാണ് കമ്പനി. ഇവിടെ നിന്നാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. And if you fill in from the far end of the boat, please. If you fill in from here, people will have to step on you to get over there. Yeah. And of course, mind your heads under the bridge. ഇരിക്കാം കൂടെ. I need everyone to remain seated. I don't want you falling in or hitting your heads on low bridges. Get close to other boats and banks. Please do not push away. ഈ ഒരു ആക്ടിവിറ്റി നല്ല രസമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളും പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള കഥയും ആ സ്ഥലത്തെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പുള്ളി നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, വൈബ്രൻ്റ് ആയിട്ടൊക്കെ എനിക്ക് തോന്നി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഫേമസ് തിയേറ്റർ കണ്ടു, പിന്നെ അവിടുത്തെ വാട്ടർ കൺട്രോൾ സിസ്റ്റം കണ്ടു, പിന്നെ അവിടുത്തെ ബിൽഡിങ്സിനെ പറ്റിയും പുള്ളി കുറെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പണ്ടിങ്ങിനെ പറ്റിയിട്ട് എന്താ നിനക്ക് പറയാനുള്ളത്? പണ്ടിങ് കാൻറ്റർബറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു പ്രൈവറ്റ് പണ്ടിങ് ആണ് എടുത്തിരുന്നത്. ആള് വാത്തോരെ കുറേ ഹിസ്റ്ററി പറയുന്നുണ്ടായിരുന്നു. കുറെയൊക്കെ മനസ്സിലായി, കുറെയൊക്കെ മനസ്സിലായി. എല്ലാം മനസ്സിലായെന്ന് ശ്രമിക്കണോ? അവന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. ട്രാൻസ്ലേഷൻ ഒന്ന് ചെയ്യാനുണ്ട്, പിന്നെ ചെയ്യാം.
വളരെ നല്ല ഹിസ്റ്ററിയാണ്. എനിക്ക് തോന്നണേ ആഫ്റ്റർ ഡെത്ത് 100 മുതലുള്ള ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. 500 സെന്റ് ആൻഡ്രൂസ് വന്നത് പറഞ്ഞു, അഗസ്റ്റിൻ വന്നത് പറഞ്ഞു. പിന്നെ കത്തീഡ്രൽ പണിഞ്ഞത്, പിന്നെ പഴയ വിച്ചസിനെയൊക്കെ കൊല്ലുന്ന രീതികള്, ഇവിടുത്തെ കുറ്റവാളികളെ കൊല്ലുന്ന രീതികള്, ഇവിടുത്തെ പുഴയുടെ നീളം, ഇവിടുത്തെ വെള്ളത്തില് തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകണമെന്ന് പ്രത്യേകം പറഞ്ഞു. അത് ജസ്റ്റ് സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട് പറഞ്ഞത്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിന് യൂസ് ചെയ്ത വാട്ടർ ആയിരുന്നു ഇത്. പിന്നെ ഇവിടെ പലതരം മീനുകളുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാക്കി ബിൽഡിങ്സ് പറഞ്ഞു. നിങ്ങൾ തന്നെ വന്നിട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത്. കത്തീഡ്രൽ കാണാനുണ്ട്, പോയി കാണണം. ഡാം, ഒരു ഡാം, ചെറിയൊരു ഡാം, വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കുറെ പേര് അതിനകത്ത് സെലിബ്രേഷൻസ് നടത്തുന്നുണ്ട്, കുറെ പേര് ബർത്ത്ഡേ സെലിബ്രേഷൻസ് നടത്തുന്നുണ്ട്, ബ്രൈറ്റ് ടു ബി കണ്ടു. തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ല സ്പോട്ടാണ്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും, ബ്രൈറ്റ് ടു ബിയുടെ അല്ലെങ്കിൽ മറ്റേ ബേബി ഷവർ, അങ്ങനത്തെ പരിപാടിക്കൊക്കെ നല്ല രസമാണ്. അതല്ലാണ്ടും നല്ല രസമാണ്. ഞങ്ങൾ മൂന്നും ഇവിടെ നിന്ന് വായി നോക്കുന്നു, ഫോണിൽ നോക്കുന്നു, എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് അവിടെ കൂലങ്കശമായ ചർച്ചകൾ, ഇവിടെ പോകണം, എന്ത് തിന്നണം. കാരണം ഞങ്ങൾ രാവിലെ ബ്രെഡും ഒരു പുഴുങ്ങിയ മുട്ടയും കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. രണ്ട് മുട്ട, ദിവ്യ ഒരു മുട്ട, ഒരു ബ്രെഡ്, പിന്നെ ചായ, ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാര്യമായിട്ട് രാവിലെ അങ്ങനെ ആരും കഴിച്ചിട്ടില്ല. അപ്പം എല്ലാവർക്കും വിശന്നു തുടങ്ങി. അപ്പം നമുക്ക് ഇനി അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എവിടെ നിന്ന് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് 5-6 പേര്. ഞങ്ങളിവിടെ 3 പേര് ഒന്നും അറിയാണ്ട് ചില്ല് ചെയ്ത്, അവർ പോകുമ്പോൾ ഞങ്ങൾ കൂടെ പോകും. അത്രേ ഉള്ളൂ, ആ സ്കീമാണ്. എങ്ങോട്ടാ പോണേ? മെഗ്ഡിയിലേക്കാണോ? ബിബിയേട്ടൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ഞങ്ങൾ നേരെ കയറി ചെന്നത് KFCയിലേക്കാണ് കേട്ടോ. ഇത്രയും പേരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ബക്കറ്റ് ചിക്കൻ ആണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു, രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട്. നമ്മൾ നേരെ കത്തീഡ്രലിലേക്കാണ് പോണേ. നമ്മൾ ഫുഡ് കഴിച്ചു, KFCന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ചിരിക്കും, ഇതന്നെ മരം പോലെയൊക്കെ ഇരിക്കുന്നേ. പുള്ളിക്ക് അങ്ങനെ ഒന്നുമില്ല. പുള്ളിക്ക് ക്യാമറ ഓൺ ആക്കുമ്പോൾ പുള്ളിയുടെ എക്സ്പ്രഷനൊക്കെ മാറും. പല പല ഭാവവ്യത്യാസങ്ങൾ, സീരിയസ്, കൂൾനെസ് അല്ലേ. ഇതേ 2 ഇണക്കുരുവികൾ നടന്നു പോകുന്നു. അതെന്നാ പെട്ടെന്ന് വയറ്റിന് കൈയെടുത്ത് അങ്ങനെ അവര് വേറെ മൂടാ. ഈ യൂണിവേഴ്സിലല്ല അവരിപ്പോ. നമ്മളെങ്ങടെ പോണേ? നമുക്ക് ഗിഫ്റ്റ് ഷോപ്പിലേക്ക് പോവാം. നമ്മളിവിടെ വന്നതിൻ്റെ എന്തൊരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പാണിത്. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ട്, ചെയിൻസ് ഉണ്ട്. അല്ല, ഞാൻ നോക്കുക പൊതുവെ എന്താ ഉള്ളത്. ഇംഗ്ലീഷ് ടീ ഉണ്ട്. അത് വേണ്ട. അതെന്തിനപ്പോ? പിന്നെ വെള്ളം കുടിക്കാൻ ഞാൻ നിങ്ങൾക്ക് ബോട്ടിൽ മേടിച്ചു തരാം. ഗിഫ്റ്റൊക്കെ വാങ്ങി ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് കത്തീഡ്രലിലേക്കാണ്. ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് നിന്ന് അതിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചു. അകത്തേക്ക് കയറിയില്ല, കാരണം ടിക്കറ്റ്സ് എടുക്കണം. 10 pounds 20 pounds ഒറ്റയാണ് ടിക്കറ്റിന് പ്രൈസ് വരുന്നത്. ആൽബിനെ കാണിച്ചടാ. ആൽബിൻ ബബിൾ ഗം നീലക്കുയിൽ. നീയാടാ നീലക്കുയിൽ. അപ്പോ ഞങ്ങൾ ആടയോടെ ഇങ്ങനെ നട്ടം തിരിഞ്ഞോണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്ത പരിപാടികളൊന്നും പ്രത്യേകിച്ച് നടന്നില്ല. അതുകൊണ്ട് നമ്മള് ഗോ വിത്ത് ദ ഫ്ലോ. അത്രേ ഉള്ളൂ. അതിനൊരു സുഖമുണ്ടല്ലോ. അതെ അതെ, നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ ഐസ്ക്രീം കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ കടയൊക്കെ നോക്കി കടയിൽ കയറി, ഗിഫ്റ്റ് ഷോപ്പിൽ കയറി, കത്തീഡ്രലിന്റെ ഫ്രണ്ടിലുള്ള ഫ്രണ്ടിൽ പോയി നിന്നു. എന്നിട്ട് അവിടെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പൈസ കൊടുത്ത് പോവാനുള്ളതൊന്നും അത്രയ്ക്കൊന്നുമില്ല അല്ലേ. എന്ത് കത്തീഡ്രലില് പൈസ കൊടുത്ത് കയറാനും നല്ല കത്തീഡ്രൽ നമ്മുടെ അടുത്തുണ്ട്.
വിബിയേട്ടൻ ഗൈസ്, വിബിയേട്ടൻ ഇപ്പൊ തന്നെ വീട്ടിൽ പോണെന്നാണ് പറയണത്. ഈ വിബിയേട്ടനെ ട്രിപ്പ് ആണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോകണമെന്നാണ് വീട്ടിൽ പോണെന്ന് പറയണത്. ഈ വിബിയേട്ടനെ കൊണ്ട് വല്ലാത്തൊരു ഇത് തന്നെ. എന്താണ്? I am silence guys due to some technical error. ടെക്നിക്കൽ ആൽബിൻ ചിരിക്കും. ക്യാമറ കാണുമ്പോ ആൽബിന്റെ ചിരി നിർത്തും. എന്തെന്നറിയോ? ആൽബിന്റെ പല്ല് നീലക്കുയിൽ ഫാൻ ആൽബിൻ. മഞ്ഞക്കുയില മഞ്ഞ ഷൂ ഒക്കെ ഉണ്ടോ? ഒരാവശ്യമില്ലാണ്ട് ബബിൾഗം ഐസ്ക്രീം വാങ്ങി തിന്നിപ്പം നാക്കും നീല, പല്ലും നീല. നീലക്കുയിലിന്റെ ആരാധകനാണ്. അങ്ങനെയാണ് ആ വീഡിയോസ് എല്ലാം ഇൻസ്പയർ ആയിട്ടാണ് നീല ഐസ്ക്രീം വാങ്ങിച്ചത്. ഇപ്പൊ നടുപ്പേജ് കീറാൻ നിൽക്കുക. നടന്ന് നമ്മൾ ചെന്നെത്തിയത് ഒരു ഗാർഡനിലേക്കാണ്. അവിടെ നോക്കുമ്പോഴത്തേക്കും നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയൊരു എക്സിബിഷൻ നടക്കുവാണ്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി. നല്ല കളേഴ്സും നല്ല വൈബ്രൻ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാം. നല്ല സ്ഥലം. ഇത് ബേസിക്കലി ഒരു ഗാർഡൻ ആണ് ഇവിടെ കാൻറ്റർബറിയിലുള്ള. ഇവിടെ എന്തോ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ. ഇത് നേരത്തെ നമ്മൾ പോയ പണ്ടിങ് ഇല്ലേ, അതിൻ്റെ വേറെ പണ്ടിങ് അല്ല, അതിൻ്റെ വേറെ അല്ല, പണ്ടിങ് ഇവിടെയുണ്ട്. താറാവൊക്കെ നീന്തി പോന്നു. ഹലോ ഗെയ്സ്, ഞങ്ങളൊരു ഗാർഡനിൽ വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ നെയിം അറിയില്ല. ബിൻസനെ ഫോളോ ചെയ്ത് ഞങ്ങൾ വന്നതാണ്. ബിൻസനെ ഇപ്പോൾ കാണാനില്ല. ബിൻസനായിരുന്നു ഞങ്ങളുടെ ഡോറ അതി വഴികാട്ടി. ഡോറ അതെ അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. എനിക്ക് ഈ ഇടം കണ്ണിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിനി അടുത്ത തവണ സ്ഥലം പിടിക്കുമ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാനുള്ള ഒരു സെറ്റപ്പിലായി. ഈ കഴിഞ്ഞ രണ്ട് സ്റ്റേ നമ്മൾ കൂടുതൽ നമ്മുടെ മൈൻഡിൽ ശങ്കനായിരിക്കണം. കൂടുതലും ഞങ്ങൾ കഴിഞ്ഞ തവണ അതെ ഈ തവണ അതെ ഞങ്ങൾ കുറച്ചുകൂടി സ്റ്റേ ഫോക്കസ്ഡ് ആയിരുന്നു. കുറച്ചുകൂടി ടൈം കൂടുതൽ നമ്മൾ ഒരുമിച്ചിരുന്ന് സ്പെൻഡ് ചെയ്യുക, ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യുക, അതന്നെ ഗെയിംസ് കളിക്കുക, അങ്ങനത്തെ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അടുത്ത തവണ നമ്മളിനി സ്ഥലങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്മൾ പോകണം. അയ്യോ ദേ ഞങ്ങളുടെ ഡോറ അതി വഴികാട്ടി. വിൻസൻ എവിടെയാ? ഡോറ അതി വഴികാട്ടി. ഇത് എവിടെയാ? ഇത് ഏതാ സ്ഥലം? എന്ത് ഗാർഡൻ? നീലക്കുയിൽ വാ തുറക്കുന്നില്ല. നീലക്കുയിൽ വാ തുറക്കും. കൈ വയ്യാന്നൊക്കെയാ പറയണേ. എന്താ വെച്ചാൽ ആക്ഷൻ കാണിക്കുന്നുണ്ട്. മിണ്ടാൻ പറ്റില്ല. കൈ വയ്യാത്തോണ്ട് മിണ്ടാൻ പറ്റില്ല. അതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? പറയൂ. വായില് നീലയാ, അതുകൊണ്ട് മിണ്ടാൻ പറ്റത്തില്ല. മസാമിക 2 വാക്ക് പറയൂ. എക്സ്ക്ലൂസീവ് 2 വാക്കം പറയാൻ പറഞ്ഞപ്പോ എന്നാ വാക്കുകളില്ലേ? അന്ന് വാക്കുകളില്ലാത്ത വസാമിക്കാണ് ഞങ്ങളുടെ ബോഡി ഗാർഡ്. ഇങ്ങനെ ഒരു ഒറ്റ നടത്താണ്. അങ്ങോട്ടും തിരിയില്ല ഇങ്ങോട്ടും തിരിയില്ല. അതെ, വിബിയേട്ടനൊക്കെ അപ്പുറത്ത് എത്തി ഓൾറെഡി. വിബിയേട്ടാ പതിയെ നടക്ക്. കാല് കുത്തി ഉടനെ പറയും വിബിയേട്ടൻ പോവാ. അങ്ങനല്ല, കാല് കുത്തി ഉടനെ പറയും വീട്ടിൽ പോകാൻ. അതെ, വിബിയേട്ടന് വീട് ജോലി വീട്. ഇതല്ലാണ്ട് വിബിയേട്ടന് വേറൊരു ലോകമില്ല. ഹലോ ഗെയ്സ്, ഈ കാണുന്നതാണ് ആൽബിൻ്റെ ഫോട്ടോഷൂട്ട്. ഉയരങ്ങളിലൂടെ അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങളൊരു സ്പോട്ടിൽ അങ്ങ് ഇരിപ്പായി. അവിടെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം അവിടെ ഇരിക്കണം. വെൽക്കം ടു മൈ വീഡിയോ. ദിസ് ഈസ് ദിവ്യാസ് ക്യൂട്ട്നെസ് ഓവർലോഡഡ് ടൈം ലാപ്സ്. നമ്മൾ ഒരു അരമണിക്കൂർ ഇത് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ദിവ്യയുടെ പല പ്രശ്നങ്ങളും പല ക്യൂട്ട്നെസ്സുകളും നമ്മൾ ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യും. ആ ക്യാപ്ചർ ചെയ്ത വീഡിയോ നമ്മൾ നാളെ ദിവ്യക്ക് തന്നെ പൈസക്ക് സെല്ല് ചെയ്യുന്നതായിരിക്കും. വയ്യാത്തൊരു കൂട്ടുകാരനായി ഗൈസ്, വയ്യാത്തൊരുത്തൻ എന്റെ കൂട്ടുകാരനായി പോയി. ഞാൻ എന്ത് ചെയ്യാന്? അവനാണ് മറ്റേ നീലക്കുയിൽ താറാവിരിക്കുന്നു. പൂക്കി
നോക്കൂ താറാവല്ല താറാവ്. ഓ ഡക്ക് സേട്ടാ. കുറച്ചേരം ഇനി ആൽബിന്റെ ക്യൂട്ട്നെസ് വരട്ടെ. പോവാം. എനിക്കെന്തോ വിഷമം വരുന്നു. എന്തിനാ വിഷമം? പോവല്ലേ നമ്മൾ ട്രിപ്പ് കഴിയാറായി. പര്യവസാനിച്ചു. നമുക്ക് ഇനി ഇതല്ലല്ലോ എന്റെ, നമുക്ക് പിന്നെ ഇനി ട്രിപ്പ് പോവാലോ. This is the beginning of the end. ആ നീ കുറച്ച് സമയം കൂടി ഞാനിവിടെ പറയുന്ന കേട്ടില്ലേ? ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദി എൻഡ്. എന്നിട്ട് ഒരു എക്സ്പ്രഷൻ കിട്ടും ഞാൻ പൊളിയാണെന്ന്. ക്യാമറ ഉണ്ടല്ലോ, എന്റെ പ്രേക്ഷകർ എന്നെ നോക്കുന്നുണ്ടല്ലോ. അല്ല, രേഷ്മയുടെ പ്രേക്ഷകർ. പ്രേക്ഷകരിൽ നിന്നും നിനക്ക് ഫാൻസ് ഉണ്ടെന്നല്ലേ നിന്റെ വിശ്വാസം? അതില്ല. ഏറ്റവും ഇല്ലാന്ന് എനിക്കറിയാം. അത് നീലക്കുയില് അത് അപ്പിട്ടോ കാണിച്ച് അപ്പിട്ട് എന്റെ മേത്തേ ഉള്ളോ ഇത്? കുറച്ച് മുന്നേ ഞാൻ കക്കൂസോ? നീലക്കുയിൽ എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം തിന്ന് എന്നെ കാണിച്ചതാ. അയ്യോ കാക്ക ടൂർ. ഇവിടെ അക്ഷരങ്ങൾ പെറുക്കെടുക്കുക. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നൈസായിട്ട് ഫുഡ് അടിക്കാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷെ അവിടെ സദ്യ ഒഴികെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കാപ്പിയും ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് റിട്ടേൺ അടിച്ചു. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ ട്രിപ്പ് ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദിവ്യയും ആൽബിനും ഹൊസാമിക്കയും കൂടി ലൂട്ടണിലേക്ക് പോവാണ് വണ്ടി കൊടുക്കാൻ വേണ്ടി. ദിവ്യ ആൽബിൻ അവിടെ തന്നെയാണ്, ലൂട്ടണിലാണ് താമസിക്കണേ. ഹൊസാമിക്ക വണ്ടി കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. എവിടെ പോണു ചാടിത്തുള്ളി? ബൈ ബൈ. ബേബിയുടെ ഒരു ടാറ്റ പറഞ്ഞു. ബൈ. ആരൊക്കെയാണ്? എന്താ? ഓ പിന്നെ വലിയ കാര്യമൊന്നുമില്ല. എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. സന്തോഷം. എന്താ ഉദ്ദേശം? എന്താ സത്യം പറ. അങ്ങനെ അവസാനത്തെ കലാശക്കൊട്ടും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.